ആൻഡ് എല്ലാവർക്കും നമസ്കാരം. തമാശ തിരമാലകൾ അലയടിക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു ബിഗ് ആൻഡ് ഗ്രാൻഡ് വേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് അമൃത ടെലിവിഷനും RP എന്റർടൈൻമെന്റ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന ദി എക്സ്ക്ലൂസീവ് സ്റ്റാൻഡപ്പ് കോമഡി ഷോ. വെൽക്കം ഓൾ. So let's begin our show by inviting the comedy king Ramesh Pishardi. സ്വാഗതം, വെൽക്കം. നമസ്കാരം. ഡയാന, നേരിട്ട് നമ്മൾ എപ്പിസോഡിലോട്ട് കിടക്കുകയാണ്. ആളോഹരി ആനന്ദം എന്ന് കേട്ടിട്ടുണ്ടോ? ആളോഹരി ആനന്ദം ആദ്യമായിട്ടാണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയും. ഓരോ രാജ്യത്തിലെയും ആളുകൾ എത്രമാത്രം സന്തോഷമുള്ളവരാണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു സർവേ നടത്തിയിട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തുന്നതാണ് ആളോഹരി ആനന്ദം. അതിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണെന്ന് അറിയാമോ? എനിക്കൊന്ന് ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യം കണ്ടാണ് ഒന്നാം സ്ഥാനത്ത്. ഇന്ത്യ അതിൽ ഏകദേശം 150 നിൽക്കുന്ന ഒരു സ്ഥാനത്താണ് ഇന്ത്യയിലെ ആളുകളുടെ സന്തോഷത്തിന്റെ കണക്കെടുത്ത് വെച്ചേക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ സന്തോഷിച്ചിരിക്കാത്തത് നമ്മൾ അന്വേഷിക്കുമ്പോൾ പലരും പല കാരണങ്ങൾ പറയാറുണ്ട്. പൈസ ഇല്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണം ഓപ്ഷൻ കൊടുക്കാം. നല്ല പാവപ്പെട്ടവൻ സന്തോഷം ജീവിക്കുന്നു, നല്ല പണക്കാരൻ സന്തോഷമില്ലാണ്ട് ജീവിക്കുന്നു, നമുക്ക് കൊടുക്കാൻ പറ്റും. ചിലർ ഒരു അസുഖങ്ങളുണ്ട്, അപ്പോൾ നമ്മൾ പറയും നല്ല അസുഖമായിട്ട് സന്തോഷിച്ചിരിക്കുന്നവൻ ഫുൾ ആരോഗ്യത്തോടെ ജിമ്മിൽ നിന്ന് വന്നിട്ട് ദുഃഖിച്ചിരിക്കുന്നവനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താണ് സന്തോഷത്തിന്റെ ഒരു ആധാരം? നമ്മൾ എന്തിന് സന്തോഷിക്കണം? സന്തോഷത്തിന്റെ ആവശ്യം എന്താണ്? തുടങ്ങിയ ഒരു വലിയ ചോദ്യം കിടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ ഒരു ലൈഫ് സ്പാനിൽ നമുക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ, അത് വെച്ച് നമ്മൾ എങ്ങനെ സന്തോഷിക്കണം തുടങ്ങിയത് സത്യത്തിൽ ഒന്നുകിൽ അതിനൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് എത്തേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഓട്ടത്തിൽ പലതവണയായിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിലേക്ക് ഒരാളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആളൊരു നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്, മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരാളാണ്, നല്ല ഒരു ആക്ട്രസ് ആണ്. പ്രധാനമായിട്ടും മലയാളത്തിൽ ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന അഭിനേത്രികളുടെ എണ്ണം താരതമ്യേന കുറവാണ്, ഇല്ല എന്നല്ല. ആ മേഖലയിലാണ് ഈ നടി ആദ്യം കൈവച്ചത്. എന്നാൽ ഹ്യൂമറൊന്നുമല്ല, കൃത്യമായിട്ടൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു, അത് ജനങ്ങൾ സ്വീകരിച്ചു. പിന്നീട് ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായി, ചെയ്ത കഥാപാത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായി. അങ്ങനെ മലയാള സിനിമയിൽ ഒരുപാട് സൂപ്പർ ഹിറ്റുകളുടെയും നല്ല ചിത്രങ്ങളുടെയും ഭാഗമായ ഒരു മികച്ച അഭിനേത്രിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ചിരി യാത്രയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അനുശ്രീ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിട്ട് പോകുന്നു, സുഖമായിട്ട് പോകുന്നു. ഇത് കമ്മല് മുടി കാരണം എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒന്ന് കാണിച്ചൊരു മുന്തിരി കൊലയാണ് 2 ചെവിയിൽ ഇട്ടിരിക്കുന്നത്. അനുശ്രീ പരിപാടി കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടമാണ്. ചിരിക്കാൻ ഇഷ്ടമാണ്. അതെ. അനുശ്രീ സിനിമയിൽ ആദ്യമായിട്ട് ചെയ്ത വേഷം ശരിക്കും അതങ്ങനെ ഒരു വലിയ കോമഡി വേഷമൊന്നുമല്ല. പക്ഷെ ആളുകൾ പിന്നീട് അങ്ങോട്ട് ഇഷ്ടംപോലെ വേഷങ്ങളിൽ അല്ലെങ്കിൽ അനുശ്രീ ചെയ്യുന്ന ഒരു വേഷം എന്ന് പറയുമ്പോൾ ആൾക്കാർ തിയേറ്ററിൽ അനുശ്രീ സ്ക്രീനിൽ വന്നാൽ ഒന്ന് അനങ്ങിയിരിക്കാറുണ്ട്. അതിലെന്തെങ്കിലും ഒരു തമാശ ഉണ്ടാവും എന്നുള്ളത്. ചെറുപ്പം തൊട്ടേ തമാശ കയ്യിലുണ്ടോ, കൂടെയുണ്ടോ, എന്താ അവസ്ഥ? അങ്ങനെയില്ല, ചിരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ചിരിക്കും എന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. രമേശേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം വെരി ഹാപ്പി. കാരണം നമ്മുടെ ഫൺസ് അപ്പോൺ ടൈമിലെ വേദിയിലെ ഒരു ഫീമെയിൽ സെലിബ്രിറ്റി അനുശ്രീയാണ് വരുന്നത്, ആദ്യമായിട്ടാണ് എത്തുന്നത് അല്ലേ? അതെ, യെസ്. ഒരുപാട് കേസരികൾ പുരുഷന്മാർ ഇവിടെ വന്നു പോയെങ്കിലും ആദ്യമായിട്ട് വരുന്ന ഒരു ഫീമെയിൽ. ഞാനിവിടെ ആളോഹരി ആനന്ദത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഒരു മനുഷ്യൻ എത്ര സന്തോഷിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിച്ചത്. 100-ൽ അനുശ്രീ എപ്പോഴും എത്ര സന്തോഷവതിയാണ്? 95% സന്തോഷം തന്നെയാണ് എന്ന് പറഞ്ഞ് സങ്കടമില്ല, പ്രശ്നങ്ങളില്ല എന്നൊന്നുമല്ല. പക്ഷെ എനിക്ക് ഫുൾ ടൈം അടിച്ചു പൊളിച്ച് ചിരിച്ച് കൂതറായിട്ട് നടക്കാൻ തന്നെയാണ് ആഗ്രഹം. ഞാനൊരു കൂതറെ നോക്കി നടന്ന് അവസാനം എനിക്ക് കൃത്യ ആളെ തന്നെ കിട്ടി. അപ്പൊ നമുക്ക് അവിടെ ഇരിക്കാം, നമ്മുടെ പെർഫോമൻസുകൾ കാണാം. ഓക്കെ, വരും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിലെത്തുന്ന പെർഫോമർ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൊച്ചു പ്രദീപ്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ചതിൽ. എൻ്റെ പേര് പ്രദീപ് എന്നാണ്, കൊച്ചു പ്രദീപ് എന്നാണ് അറിയപ്പെടുന്നത്. പെരുമ്പാവൂരാണ് വീട്.
അപ്പോൾ ഞാൻ പെരുമ്പാവൂരത്തെ കുറച്ച് കഥകളാണ് പറയാൻ പോണത്. പ്രദീപ്, എനിക്ക് പ്രദീപിനെ പരിചയമുള്ള ഒരാളാണ്. പ്രദീപ് അത്യാവശ്യം ഇഷ്ടംപോലെ നല്ല സ്കിറ്റുകളിലൊക്കെ പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ. ഏതൊക്കെ സിനിമകളിൽ? ഞാൻ ആദ്യം ചെയ്തത് അത്ഭുതദ്വീപ് സിനിമയാണ്. അതെ. പിന്നെ ബെസ്റ്റ് ആക്ടറിൽ ഒരു ചെറിയ സംഭവം ചെയ്തു. പിന്നെ ശക്തൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് റിലീസായത് ജോഷ് സാറിൻ്റെ പൊറിഞ്ചു പറയും ജോസ്. അതിൽ ജോജി ചേട്ടൻ്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്തു. ഇനിയിപ്പോൾ ഷൂട്ട് കഴിഞ്ഞത് പാപ്പൻ, അത് ജോഷ് സാറിൻ്റെ പടമാണ്. ജോഷ് സാറിന്റെ പടമാണ് പാപ്പനിൽ. പ്രദീപ് മൊത്തത്തിൽ എപ്പോഴും ഹാപ്പി ആവുന്നത് എങ്ങനെയാണ്? എങ്ങനെ സന്തോഷിക്കും കാര്യങ്ങൾ വരുമ്പോൾ? ഒരു പ്രശ്നം വന്നാൽ അല്ലാതെ എങ്ങനെ സന്തോഷിക്കും? സന്തോഷിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം, അതായത് നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അപകർഷതാബോധമുള്ളൊരു ആളായിരുന്നു. അയ്യോ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞ ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ, റോൾ മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പക്രുചേട്ടൻ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഞാനിപ്പോൾ കലാ ഫീൽഡിൽ വന്നിട്ട് 25 കൊല്ലമായി. അപ്പോൾ ചെറിയ പ്രായത്തിൽ വന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി, കാരണം നമ്മൾ സങ്കടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ട് വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ, ആരും കൊണ്ട് തരില്ല, ഒരാളും കൊണ്ട് തരില്ല. പക്രുചേട്ടൻ നമ്മുടെ എപ്പിസോഡിൽ വലിയ താമസമില്ലാതെ ഒരു ആഴ്ച നമ്മളോടൊപ്പം ഉണ്ടാവും. പക്രുചേട്ടനും വളരെ ഒറ്റ വാക്കിൽ ഒരു കാര്യം എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ ആദ്യത്തെ ഒരൊറ്റ വരി എന്ന് പറയുന്നത്, ബാക്കിയുള്ളവൻ ഒരടി വെക്കുമ്പോൾ അയാളോടൊപ്പം എത്താൻ എനിക്ക് 4 അടി വെക്കണം എന്നും പറഞ്ഞാണ് ആ ബുക്ക് തുടങ്ങുന്നത്. അദ്ദേഹം ഞങ്ങളൊന്നിച്ചൊരു വിദേശയാത്ര പോയിട്ടുണ്ട്. ഞങ്ങളൊരു വിദേശയാത്ര പോയപ്പോൾ അദ്ദേഹത്തിനെ എടുക്കുന്ന ആൾക്ക് വിസ കിട്ടിയില്ല. അപ്പം ഞാനാണ് അദ്ദേഹത്തെ കൂടുതൽ എടുത്തത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു സ്വിച്ച് ഓൺ ചെയ്യണമെങ്കിൽ പോലും ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. പക്രുചേട്ടനെ പോലെ ഒരാൾക്ക്. അയാളാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ കയറിയിരിക്കുന്നത്. 2 ഭാഷകളിൽ അഭിനയിച്ചത്, തമിഴിൽ അഭിനയിച്ചത്, മലയാളത്തിൽ അഭിനയിച്ചത്, കുതിരപ്പുറത്ത് കയറിയത്, ഒരു എത്രയോ സിനിമകളിൽ അഭിനയിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ പക്രുചേട്ടന് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പോയിന്റിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു പോകുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് പക്രുചേട്ടൻ എവിടെയും എത്തില്ലായിരുന്നു. എന്നാൽ ഇന്ന് പക്രുചേട്ടൻ ലോകം അറിയുന്ന ഒരാളായി മാറിയത് അദ്ദേഹത്തിൻ്റെ ഒറ്റ ഡിസിഷനിൽ നിന്നാണ്. അതുപോലെ ഒരാളാണ് പ്രദീപ് എന്ന് പറയുന്ന ആൾ. പ്രദീപ് ഇവിടെ വന്നത് ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാനൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, പ്രദീപിന് ഇതുപോലെ പൊക്കം കുറഞ്ഞതിൽ വിഷമമുണ്ടോ, അതുപോലെ പൊക്കമുള്ള ആൾക്കാരെ കാണുമ്പോൾ വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, കാരണം എനിക്ക് ഇത്രയും പൊക്കമായിട്ട് വിഷമമാണ്. കുറച്ചുകൂടെ പൊക്കം കുറച്ചായിരുന്നു കുറച്ചുകൂടെ അവസരം കിട്ടിയാൽ എന്നെ ഒരുപാട് ദൈവം ചെയ്തതെന്ന് ചോദിച്ചു. പ്രദീപേട്ടാ, ഞാനിപ്പോ പ്രദീപേട്ടൻ പറഞ്ഞ് കേട്ടതിൽ നിന്ന് എനിക്ക് അധികം ഞാൻ അങ്ങനെ കണ്ടില്ല. പക്ഷേ എനിക്ക് കേട്ടപ്പോഴത്തേനും തോന്നി നിങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്. കാരണം ഞാനൊക്കെ ഭയങ്കര സ്വപ്നം കാണുന്നതാണ് ജോഷി സാറിൻ്റെ മൂവിയിൽ അഭിനയിക്കാം ഉള്ളത് എന്നത്. ഭയങ്കര സ്വപ്നം കാണുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ 2 പടങ്ങളിലല്ലേ അഭിനയിച്ചത്? അത് 2ാമത്തെ പടം ജോഷി സാർ എന്നെ നേരിട്ട് വിളിക്കുക ചെയ്തത്. അടിപൊളി. അപ്പോൾ ഒക്കെ ഞങ്ങളെക്കാട്ടിലൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തത് പ്രദീപേട്ടനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രദീപേട്ടൻ്റെ പെർഫോമൻസിലേക്ക് കിടക്കാം. തകർക്കല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കഥയിലേക്ക് കിടക്കുകയാണ്. ഞാൻ എൻ്റെ ഈ കഥകൾക്ക് പേരിട്ടിരിക്കുന്നത് പെരുമ്പാവൂരാൻ കഥകളെന്നാണ്. കാരണം എൻ്റെ വീട് പെരുമ്പാവൂരാണ്. രമേശ് ചേട്ടനൊക്കെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. ഇപ്പോൾ പെരുമ്പാവൂർ എൻ്റെ വീട് കൂവപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എളമ്പകപ്പള്ളി എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിലാണ് വീട്. ഇവിടെ സാധാരണ കുറച്ച് ആൾക്കാർ, നിഷ്കളങ്കരായ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ സംഭവിച്ച ചെറിയ കൊച്ചു കഥകളാണ്. കൊച്ചു കഥകളല്ല, അത്യാവശ്യം വലിപ്പമുള്ള കഥകൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഗോപി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. പുള്ളി മേസൺ പണിക്കാരനാണ്. ഗോപിച്ചേട്ടന് 2 മക്കളാണ്. ഒന്ന് സബീഷ്, ഒന്ന് സനീഷ്. അപ്പോൾ ഈ സബീഷ് എന്ന് വെച്ചാൽ ഒരു പാവം പയ്യൻ, ആരോടായിട്ടൊരു പ്രശ്നമില്ല, വീട്ടിലും യാതൊരു പ്രശ്നമില്ല, പണിക്കും പോകില്ല, അങ്ങനൊരു പയ്യനാണ്. പക്ഷെ സനീഷ് ആളിത്തിരി മുറ്റാണ്. ഗോപിച്ചേട്ടൻ വെള്ളമടിച്ചിട്ടൊക്കെ വന്ന് വിഷയമൊക്കെ ഉണ്ടാക്കുമ്പോൾ പുള്ളി നേരെ വളച്ചു വിട്ടിയെടുത്ത് മുറ്റത്തേക്ക് കയറിയും. അതിനൊരു ചെറിയ പേടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഒരിക്കൽ ഗോപിച്ചേട്ടൻ ഈ മൂത്തവൻ്റെ കയ്യിൽ കാശ് കൊടുത്തിട്ട് റേഷൻ കടയിൽ വിട്ടേക്കാണ് അരി മേടിക്കാൻ. ഇളയാക്കടെ കയ്യിൽ, സനീഷിൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് ബിവറേജിലും വിട്ട്. എന്നിട്ട് പുള്ളി കവലയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക 2 പേര്. കുറേ നേരമായി പോയിട്ട് ഈ 2 സൈഡിലേക്ക് നോക്കി എടാ സുഖു, ഒരു അമൃതാഞ്ജലി എടുത്താടാ. എന്തിനാ? ഇവന്മാർ പോയിട്ട് കാണാനല്ലോ, നോക്കി കഴുത്ത് കടറിപ്പോയി. അപ്പോൾ എന്നെ ഗോചേട്ടൻ ഇങ്ങനെ കഴുത്ത് വേദനയൊക്കെ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സബീഷ് അവിടെ നിന്ന് അരി മേടിച്ചിട്ട് വരിക. അപ്പോൾ പുള്ളി പറയാ,
അത്താഴത്തിന് അരി മേടിക്കാൻ പോയ താന്തോന്നി വന്നുണ്ട്, ബിവറേജിൽ പോയി എൻ്റെ തങ്കക്കുടത്തിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഒരു 2 ദിവസത്തേക്ക് ബിവറേജ് അവധിയാണ്, പുള്ളിയെ കഴിക്കാൻ പറ്റണല്ലോ. അപ്പോൾ കൈയും കാലൊക്കെ വിറച്ച് ആകെ ഭ്രാന്തായിട്ട് നിൽക്കുക. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ബിവറേജ് തുറന്ന് രാവിലെ തന്നെ സബീഷോട് പറഞ്ഞു, സബീഷേ അച്ചായിക്ക് ചെറുത് കഴിക്കണം, ഒരു രക്ഷയില്ല, കൈയും കാലും വിറച്ചിട്ട് കൊള്ളാം. അച്ചായൊന്നും ഉണ്ടായിരുന്നു, തുറക്കട്ടെ ആദ്യം, അത് കുഴപ്പമില്ല നീ വാ. നിങ്ങളുടെ ബൈക്കിൽ കയറ്റി ബിവറേജ് കൊണ്ടുപോയി സാധനം മേടിച്ചു. പുള്ളിക്ക് ആ സെക്കൻഡിൽ അടിക്കണം. ആ സബീഷ് പറഞ്ഞു, അച്ചായി വെറുതെ പ്രശ്നം കേട്ടോ, പോലീസുകാർ വന്നാൽ പിടിച്ചോണ്ട് കൂട്ടോ, എനിക്ക് വരില്ല പിന്നാലെ നടക്കാൻ. ആ കുഴപ്പമില്ലെന്നേ, ആ പുള്ളി എൻ്റെ കൂട്ടുകാരനാണ്, ഞാൻ കുഴപ്പമില്ല മാനേജ് ചെയ്തോളാം. നേരെ താഴെ കടയിൽ പോയി ഗ്ലാസ് മേടിച്ചു, വെള്ളം മേടിച്ചു. കുപ്പി പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പോലീസ് ജീപ്പ് വേറെ വണ്ടിയില്ലേ പിടിച്ചിട്ടു സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ പുള്ളി ചെന്നപ്പോൾ ഒരു 3-4 പേരെ അവിടെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് വെച്ചാണ് 1/2 ലിറ്റർ പൈൻറ്റ്, ക്വാർട്ടർ ഇതൊക്കെ നിരത്തി വച്ചേക്കുക. അപ്പോൾ എല്ലാവരും കൂടെ പുള്ളിയിൽ നിന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ SI വന്നു. SI വന്ന് എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു, മെഡിക്കൽ എടുക്കാൻ പോകുന്നവരൊക്കെ വണ്ടിയിലേക്ക് കയറി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കയറി, ഈ പുള്ളി മാത്രം ഇങ്ങനെ നിൽക്കുക. അതേ പോളേ, അല്ല സാറേ ഞാൻ കഴിച്ചല്ല ഇല്ല സാറേ, ഞാൻ കഴിച്ചിലായിരുന്നു, കഴിക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോഴാണ് പോലീസുകാർ വന്ന് തന്നെ പിടിച്ചാർന്നേ. ഛു, ഇതെന്ത് കഷ്ടം, പുള്ളി കഴിച്ചാലുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇത് കോൺസ്റ്റബിളിനോട് ചോദിച്ചു. പേരെന്നാ പറഞ്ഞേ? ഗോപിന്നാ. ഗോപി കഴിച്ചാലുള്ള? ഇല്ല. കഴിക്കണ്ടോ ചെറുത്? വേണ്ട സാറേ. കഴിച്ചോ? ഞാനല്ലേ പറയണേ, ഞാൻ അവിടുത്തെ SI. ഞാൻ പിന്നെ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല അവിടുന്ന്. ഇതേ ഒരു 3-4 ബ്രാൻഡ് ഉണ്ട്, ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോ. പുള്ളി വേഗം പുള്ളി വന്ന് മുണ്ടൊക്കെ മുടക്കി കുത്തി ഒരു സർബത്ത് ഗ്ലാസ്സിൽ 3/4 ഭാഗം ഒഴിച്ച് വെള്ളം ചേർക്കേണ്ട ഒരു ഒറ്റയടി. ഗ്ലാസ് താഴെ വെച്ചപ്പോഴത്തേക്കും പോലീസുകാർ വന്ന് SI വന്നൊരു ഒറ്റയടി. കള്ള ജോജി കേരള, ഇനി മെഡിക്കൽ എടുക്കാൻ പോവാം എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സബീഷ് യാതൊരുവിധ പണിക്കും പോണ ആളല്ല. അപ്പോൾ അവിടെ ഒരു പുള്ളി കോൺട്രാക്ടർക്കാണ് ഗോപിച്ചേട്ടന്. അപ്പോൾ രാവിലെ അമ്മ പറഞ്ഞു, നിങ്ങൾ ഈ ചെറുക്കനെ ഇവിടെ കെട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല, 10-12 മണി ആവും അവനെ എനിക്കുമ്പോൾ. എന്നിട്ട് നേരെ ഒരു ചൂണ്ടെടുത്ത് വെച്ചിട്ട് തോട്ടിപ്പോയിരിപ്പോൾ പരിപാടി. എനിക്ക് കവലക്കെട്ട് കിടക്കാൻ പാടുള്ള ആൾക്കാർ എന്നൊക്കെ പറഞ്ഞതെന്നറിയാമോ? ഈ ചെറുക്കനെ പണിക്കുണ്ടോ? ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എന്നെ ഞാൻ അവനെ പണിയൊന്നും അറിയാൻ പാടില്ല, പിന്നെ എന്തിനാ കൊണ്ടുപോകണേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ചെറുക്കനെ ഇവിടെ നിർത്താൻ പറ്റില്ല, കൊണ്ടുപോക്കോ. സബീഷ വാട പണിക്കുവാ. ഞാൻ വല്ല നീ വന്നം. അതെ, ഒരു കാര്യമുണ്ട്, നിനക്ക് പണി അറിയാൻ പാടില്ലെന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം, കൂടെയുള്ള പണിക്കാർക്കും അറിയാം. അപ്പം നീ പണിയൊന്നും എടുക്കൊന്നും വേണ്ട, തൊട്ടും പിടിച്ചൊക്കെ നിന്നാൽ മതി. വൈകുന്നേരം ആകുമ്പോൾ പണിക്കാശ് ഞാൻ തരാം. പിന്നെ വൈകുന്നേരം മുതലാളി വരുമ്പോൾ പണി അറിയാവുന്ന സെറ്റപ്പിലൊക്കെ ഒന്ന് നിന്ന് തന്നേക്കണം, ബാക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സബീഷിനെ കൊണ്ടുപോയി. അവിടെ ചെന്നു, പണി തേപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. ഇവൻ ഹോളോ ബിഡ്സൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റും, ചട്ടി ഒന്ന് കഴുകി വയ്ക്കും, കൊലശേടൊന്ന് തൂത്ത് വയ്ക്കും. അങ്ങനെ നിന്ന് വൈകിട്ടായി. മുതലാളി കുടുംബം വന്നേക്കുക പണി കാണാൻ വേണ്ടിയിട്ട്. നോക്കി ഇങ്ങനെ നിന്നു. അപ്പോഴാണ് ഇവന് കത്തിയത് പണി അറിയാവുന്ന ആൾക്കാരുടെ വിട്ട് നിൽക്കാൻ. ഇവനെടുത്തൊഴുക്ക് പറഞ്ഞു, അച്ചായി എന്നാ കോപ്പ കാണിച്ചു വെച്ചാണ് ഇങ്ങനെയാണോ തേക്കണേ? ഇത് മൊത്തം മുഴയും കുഴിയാണല്ലോ, അവിടെ കടന്നു പോയേക്കണു. മുതലാളി ഗോപിച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ നാളെ പോലെ വണ്ട, ആ കൊച്ചു വന്നുള്ളൂ, അതിന് നന്നായിട്ട് പണി അറിയാം വന്നോളൂ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം സതീഷ് മെയിൻ മേസ്ത്രിയായിട്ട് പണിക്ക് നിന്ന് തേച്ചു കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇതേപോലെ തന്നെ മുതലാളി ഒന്ന് വെച്ച് പറഞ്ഞു, മോനെ നീ ഇന്നലെ പറഞ്ഞോണോ അല്ലോ, നീ തന്നെ കാണിച്ചു വെച്ചാണ് കംപ്ലീറ്റ് കൊലശേറിൻ്റെ പാടാണല്ലോ. അപ്പോൾ ഇവൻ പറയാം, കൊലശേറും കൊണ്ട് തേച്ചെണ്ണി പിന്നെ തൂമ്പയുടെ പാടുണ്ടാവുമെന്ന്. അതുപോലെ ആ പണിയും കഴിഞ്ഞ് പണി ഫുള്ള് നിർത്തി വീണ്ടും പഴയ രീതിയിലേക്ക് വന്നു. ഉറക്കം 12 മണി വരെ കിടന്ന് ഉറങ്ങുക. ഒരു ദിവസം ഉറങ്ങി കിടന്ന് ഇപ്പോൾ കട്ടിലിൻ്റെ അടിയിലൊരു കോഴി മുട്ടയിട്ടിട്ട് കോഴി ഇരുന്ന് ഭയങ്കര ലഹളയാണ്, ഭയങ്കര ലഹള. ഇവനാണെങ്കിൽ പ്രാന്ത് പിടിച്ചിട്ടുള്ള, അമ്മച്ചേ ഈ ചെകുത്താൻ കോഴിയിൽ നിന്ന് ഇറക്കി വിടണ്ടോ, കുറേ നേരാലേ കിടന്ന് കാവള്, എന്നാ ചുമ്മാ ഒരു മുട്ടയിട്ടെന്ന് പറഞ്ഞിട്ട് അഹങ്കാരം. അപ്പം അമ്മ അവിടെ നിന്ന് പറയാ, അതേ കാലത്ത് തന്നെ 5-50 പൈസയുടെ പണിയെടുത്തിട്ടാണ് കിടന്നു വിളിക്കണേ, അല്ലാണ്ട് നിൻ്റെ കൂട്ടം അല്ലാതെ. അതോടുകൂടി അവൻ്റെ ആ പണി നിർത്തി. അനുശ്രീ എന്തോ
പെരുമ്പാവൂർ വന്നിട്ടുണ്ടോ? പിന്നെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പെരുമ്പാവൂരുകാരെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സ്വാസിക എല്ലാവർക്കും അറിയാം, ആർട്ടിസ്റ്റാണ്. അവളുടെ നാട് പെരുമ്പാവൂരായിരുന്നു. ഇപ്പോൾ എറണാകുളത്തേക്ക് മാറിയിട്ടുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ ജയറാമേട്ടൻ്റെ കൂടെ ഞങ്ങൾ പഞ്ചവർണ്ണത്തത് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു അതില് ജയറാമേട്ടൻ കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് പെരുമ്പാവൂരിന്റെ ഒരു ഏറ്റവും കുറച്ചുള്ള ഭാഷ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചേട്ടൻ കുറേ നാള് പെരുമ്പാവൂര് എനിക്ക് ഇഷ്ടം പോലെ സുഹൃത്തുക്കള്, എൻ്റെ സുഹൃത്തൊരു മമ്മി സെഞ്ചുറി പെരുമ്പാവൂരാണ്. ഒരുപാട് പേര് പെരുമ്പാവൂരായിരുന്നു. എനിക്ക് ജയറാമേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പരിചയമുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ചേട്ടന് പെരുമ്പാവൂർ ശൈലി ഭാഷ അത്യാവശ്യം പറയാവുന്നതാണ്. അതെ, ഒന്ന് പറഞ്ഞു നോക്കിയാലോ? നോക്കാലോ. നമുക്ക് ആരെ പറ്റി പറയണം? അനുശ്രീനെ പറ്റി പറയണോ, രേഖനെ പറ്റി പറയണോ? സ്വയം പറയാമോ, പൊക്കി പറയാമോ? സ്വയം പൊക്കി പറയാമോ? സ്വയം നീ പൊക്കി പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. തുടങ്ങാം. തുടങ്ങാം. എപ്പോഴായിരുന്നു പെരുമ്പാവൂർ വന്നാർന്നേ? ഞാനൊരു 5-6 വർഷം മുമ്പ് അവിടെയൊക്കെ വന്നായിരുന്നു. അവിടെ കുറെ കൂട്ടുകാരുള്ളല്ലോ എനിക്ക്. അപ്പൊ അവരെയൊക്കെ കാണട്ടെ, അതിന് വരാണ്ടിരിക്കാൻ പറ്റുമോ? ഈ കൊച്ചിനെ പറ്റി എന്നാ നിങ്ങളുടെ അഭിപ്രായം എന്നാ? ഇത് എങ്ങനെയുണ്ട്? കൊച്ചു പെരുമ്പാവൂർക്ക് വന്ന് താമസിപ്പിക്കാൻ പറ്റുമോ കൊച്ചിനെ? അവിടെ ഒന്നും വന്നിട്ട് കാര്യമില്ലാന്ന് മൊത്തം ഭായിമാരോടവേ. അവിടെ അതാന്ന് അവര് നിന്ന് പണിയെടുക്കണ കാരണം ഇപ്പൊ നമുക്ക് പണിയില്ല. ഈ കൊച്ചിനെ അങ്ങോട്ട് വിട്ടാലോ? അവിടെ ഏതെങ്കിലും ഒരു പ്ലൈവുഡ് കമ്പനിയിൽ കണക്കെടുത്തായിട്ട് ജോലി കൊടുക്കാൻ പറ്റുമോ? അവിടെ മറ്റേ അച്ചുകുത്തണ ടീമുണ്ട് കയ്യിലൊക്കെ. പച്ച കുത്തണ ഇവര് പറയണ ടാറ്റു അതിന് വേറെ അർത്ഥമുണ്ട്. കയ്യിൽ നമ്മള് പച്ച കുത്തണ അച്ചു കുത്തണ എന്നൊക്കെ പറയും. ടാറ്റു കുത്തണേ കയ്യിലും കാലും മുഴുവൻ നിറച്ച് ടാറ്റു വരച്ചു വെച്ചേക്കാന്നേ. അവിടെ ഒരു രക്ഷയില്ലെന്നേ. നമ്മള് പെരുമാർക്ക് ചെല്ലാൻ പാടില്ല. നീ കടം മേടിക്കുമ്പോ തിരിച്ചു കൊടുക്കണോ? അല്ലെ ചെല്ലാൻ പറ്റിയല്ല. സംഭവം എങ്ങനെ പെട്ടെന്ന് മനസ്സിലായിരുന്നേ? എനിക്ക് ഒരാൾക്ക് ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലേ? നേരത്തെ ഇഷ്ടം നല്ല പരിചയമുണ്ടല്ലേ കടം മേടിച്ചത്. മമ്മി സെഞ്ചുറി എന്ന് പറയുന്ന പെരുമാറുകാരൻ ഒരു ദിവസം എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഒരു പരിപാടിക്ക് വേണ്ടി വിളിച്ചു. പിസാദി ഞാൻ എന്തായിക്കാ ഇപ്പോ ഗൾഫില് പരിപാടിക്കൊക്കെ നീ എന്താ ചോദിക്കണേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇത്ര രൂപ ചോദിക്കുന്നേ. പുള്ളി നീ ചോദിക്കണല്ല കിട്ടണത് പറയാന്ന്. ഇനി വലിയ എപ്പിസോഡുകളിൽ പെരുമ്പാവൂർ കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. പ്രദീപേട്ടാ, പ്രതീക്ഷിച്ച പോലെ തന്നെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നല്ലതായിരുന്നു. സൂപ്പർ ആയിരുന്നു. ഇവരൊക്കെ ചിരിക്കായിരുന്നു. പുറകിൽ മുഴുവൻ ആൾക്കാർ ചിരിച്ച് ബഹളം ഉണ്ടാക്കായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഞാനൊന്ന് നീ അതിന് ലയിച്ചിരിക്കുവാണെങ്കിൽ പറഞ്ഞോട്ടെ ഓർത്തൊന്ന് പറഞ്ഞേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു അനുശ്രീ? അടിപൊളി പെർഫോമൻസ്. അതേ കയ്യിൽ ഇപ്പോഴോ കണ്ടോ മറ്റേ സാധനം കുത്തിയിട്ടുണ്ടോ? അയ്യോ, നല്ല പെർഫോമൻസ് ആയിരുന്നു പ്രദീപേട്ട. പ്രത്യേകിച്ച് നമ്മൾ വേറൊരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒറ്റയ്ക്ക് കയറി ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുക, ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. നന്നായിട്ട് പെർഫോം ചെയ്തു. അടിപൊളി. ഇപ്പൊ പ്രദീപ് പറഞ്ഞപ്പോ ബിവറേജിൽ 2 മക്കളെ വിട്ടിട്ട് ഒരാൾ ഇങ്ങനെ നിന്നിട്ട് പെടലുവേന എടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അന്ന് കാലത്ത് പത്രത്തിൽ വന്നു, കുഞ്ഞു ശാസ്ത്രജ്ഞന്മാരെ ക്ഷണിക്കുന്നു, കണ്ടുപിടുത്തങ്ങൾ ഉണ്ടെങ്കിൽ അയച്ചു തരാൻ പറഞ്ഞിട്ട്. കാരണം അതിൽ ഈ ആടുതോമയുടെ കുട്ടിക്കാലം പലതരം കണ്ടുപിടുത്തം അതിന് വേണ്ടിയിട്ട് എന്തോ ആണ്, നിങ്ങളുടെ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ടൊരു പരസ്യം പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ രാജേഷ് എന്ന് പറഞ്ഞ ആൾ ഒരു എലിക്കത്രിക, എലിയെ പിടിക്കാനുള്ളൊരു സാധനം, നൂതനമായൊരു സാധനം കണ്ടുപിടിച്ചുകൊണ്ട് വന്നേക്കാണ്. ഒരു മൂർച്ചയുള്ളൊരു ബ്ലേഡുണ്ട്, 2 സൈഡിലും കുഞ്ഞ് 2 പ്ലേറ്റും വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവൻ്റെ എലിക്കത്രിക. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനകത്ത് എലി വന്ന് വീഴാനുള്ള ഒരു സാധ്യതയില്ല, എലിക്ക് എന്ത് കാര്യമുണ്ട്, ഇത് മൈൻഡ് ചെയ്യാണ്ട് പോയാൽ പോരെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ? അതാണ് ഇത്. ഞാൻ അവർ വിളിക്കുമ്പോഴേ ഞാൻ എൻ്റെ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ. ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾ ഇതുണ്ടാക്കി അയച്ചു കൊടുത്താൽ ചിലപ്പോൾ നിങ്ങളെ സിനിമയിൽ എടുക്കും എന്നൊക്കെ പറയും. സംഗതി മൂർച്ചയുള്ള ഇത്ര നീളമുള്ളൊരു ആക്സോ ബ്ലേഡും 2 അറ്റത്ത് കുഞ്ഞു പ്ലേറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചടാ എനിക്ക് മാത്രം പറഞ്ഞാൽ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സയൻസ് എന്താണ്? പുള്ളി പറഞ്ഞു, ഇതൊന്നുമില്ല, നമ്മൾ ഈ 2 പ്ലേറ്റിൽ ഒരറ്റത്ത് തേങ്ങാക്കൊത്തും ഒരറ്റത്ത് ഉണക്കമീനും വെക്കും. അപ്പോൾ രാത്രി എലി ഇങ്ങനെ വന്ന് നോക്കുമ്പം ഇവിടെ തേങ്ങാക്കൊത്ത്, ഇവിടെ മീൻ, ഇതിലേതെടുക്കണം എന്നറിയാൻ വേണ്ടി എലി ഇതെടുക്കണോ ഇതെടുക്കണോ എന്നൊക്കെ ആ ബ്ലേഡ് കൊണ്ട് കഴുത്ത് കണ്ടിച്ചു പോയിട്ട് എലി ചത്തുപോകുന്നു. ബ്ലേഡ് കൊണ്ട് കഴുത്ത് കണ്ടിച്ച് എലി സ്വയം ചത്തുപോകും. അതുപോലൊരു എലിക്കത്രികയാണ്. ഇവൻ അയച്ചു കൊടുത്തതല്ലാതെ പിന്നെ ഒരു വിവരവും ഇല്ല. ഇവനെ ആ സിനിമ കാണുന്നതെന്ന് തന്നെ വിലക്കിന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലെ ഇപ്പോൾ പുള്ളി ഉടനെ അമൃതാഞ്ജനാണല്ലോ മേടിച്ചത് പെടലിവേന വന്നപ്പോൾ തൻ്റെ കഥയിൽ. അപ്പോൾ വിക്സ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ഈ പെരട്ടുന്ന സംഭവമാണല്ലോ. വിക്സ് നമ്മൾ പെരട്ടിയിട്ടേ ഉള്ളൂ, മേത്ത് പുരട്ടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം വിക്സ് ഇടക്കാലത്തൊരു കഫ് സിറപ്പ് ഇറക്കി വിക്സിൻ്റെ. അപ്പോൾ നമ്മുടെ അവിടെ ഉള്ളൊരു ഇച്ചിരി നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാൾ മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് ചോദിച്ചു,
3-4 ദിവസമായിട്ട് ഭയങ്കര ചുമയാ. കഫ് സിറപ്പ് ഏതാ ഉള്ളത്? ഇപ്പം ഞാൻ ഇതൊരു തുളസി എന്ന് പറഞ്ഞൊരു കഫ് സിറപ്പ് ഉണ്ട്, 15 രൂപ. അത് മാറുമോ? പുള്ളി പറഞ്ഞു വിക്സിൻ്റെ 45 രൂപ എന്ന് പറഞ്ഞു. അതിങ്ങെടുക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ കൊടുത്തു. എന്നാൽ പുള്ളി ഈ വിക്സിൻ്റെ കഫ് സിറപ്പ് ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് മണത്ത് നോക്കിയിട്ട് ഒന്ന് കയ്യിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കാരണം പുള്ളിയുടെ ജീവിതത്തിൽ വിക്സ് പെരട്ടി മാത്രമേ ശീലമുള്ളൂ. വിക്സ് വേറൊന്നും ചെയ്യണം. കഫ് സിറപ്പ് തൊണ്ടയെ മുഴുവൻ തേച്ച് പിടിപ്പിച്ചു. അതുപോലെ ഈ കുടിക്കുന്നവർക്ക്, പുള്ളി കുടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, കുടിക്കുന്നവർക്ക് എല്ലാത്തിനും മദ്യം ചേർത്തൊരു മരുന്നുണ്ടാവും. നല്ല ചുമ, ഒരു സ്മോളിനകത്ത് ഇച്ചിരി കുരുമുളക് ഇട്ടിട്ട് ഇത് അടിച്ചു കഴിഞ്ഞാൽ ചുമ മാറും. പനി ഇച്ചിരി ഇഞ്ചും ചുക്കും കൂടെ സ്മോളിൽ ഇട്ടിട്ട് ഇത് എല്ലാത്തിനും അവർ മദ്യം കൂട്ടി മരുന്ന് പറയും. അപ്പോൾ നല്ലൊരു കുടിയനുണ്ട്. ഈ കുടിയൻ വേറൊരാള് കാലുവേനയായിട്ട് കിടക്കുമ്പോൾ കാണാൻ ചെന്ന്, എന്നാ ഇവർക്കിച്ചാ പറ്റിയത്? കാലുവേനയാ, ഒരു ഇച്ചിരി ബ്രാൻഡി എടുത്ത് അങ്ങ് തിരുമിയാൽ മതി. അപ്പോ പ്രതിഭേട്ട എന്തായാലും വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അടിപൊളി പെർഫോമൻസ് നമുക്ക് തന്നു. നമ്മളെല്ലാവരും ഹാപ്പിയാണ്, നമ്മളെല്ലാവരും ഒത്തിരി ചിരിച്ചു. നിങ്ങളെ ഹാപ്പിയാണ്, ഞങ്ങളെയും ഹാപ്പിയാക്കി വെച്ചു. താങ്ക്സ് ലോട്ട് ഫോർ ദാറ്റ്.